അങ്ങനെ അൽവജ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കവാടത്തിലൂടെയാണ് നമ്മുടെ യാത്ര. അൽവജിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കവാടം കഴിഞ്ഞിട്ടേ തന്നെ കാണുന്നില്ല. നമുക്ക് നല്ല എന്താണ് കണ്ണിന് കുളിർമ പകരുന്ന, ഇത്രയും നേരം നമ്മൾ മരുഭൂമി കണ്ടു വന്നിട്ട് കണ്ണിനിപ്പോൾ ഒരു കുളിർമ തരുന്ന രീതിയിലൊരു ഗ്രീനിഷ് പച്ചപ്പ് അതിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അൽവജിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ തന്നെ നല്ല പച്ചപ്പൊക്കെ കണ്ട ഇങ്ങനെ വരികയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഒട്ടകത്തിനെ കണ്ടെത്തിയത്. കണ്ടില്ലേ, ഒരു ഒട്ടകത്തിന്റെ അതേ ഫീല്, ആ ഒരു ഭാവം ഒന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അതുപോലെ നല്ല കാറ്റിങ്ങനെ വീശുന്നുണ്ട്. കയറിയപ്പോൾ തന്നെ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. അതുപോലെ ഒരു ഒട്ടകം കിടക്കുന്ന, നല്ല കാറ്റ് വീശുന്നുണ്ട്, ഒരു ഒട്ടകം കിടക്കുന്ന ഒരു ഫീൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിനപ്പുറത്തേക്ക് കടലാണ്. നമ്മൾ ആ ബീച്ചിലേക്കാണ് പോകുന്നത്. ഇനി കാസർഗോഡ് ഫോട്ടോഗ്രാഫിയിൽ ഇങ്ങനെ ലയിച്ച് നിൽക്കുകയാണ്. സ്കൈ ഒക്കെ കാണുന്നില്ലേ? സ്കൈ എന്തൊരു ഭംഗിയാ നോക്കി. എനിക്ക് അൽവജിയുടെ പ്രത്യേകത ആണെന്നുണ്ട് ഇങ്ങനെയുള്ള സ്കൈ ഒക്കെ ഭയങ്കര മനോഹരമായിട്ടുണ്ടോ? അൽവജ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അൽവജയില് ഒരു ബീച്ചിലെത്തിയിരിക്കുകയാണ്. അതിമനോഹരമാണ്. നമ്മുടെ ബീച്ചിന്റെ പുറകിൽ കാണുന്ന പോലെ കണ്ടില്ലേ, ഒരു എന്താണ് ഗ്രേ കളറിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ലൈറ്റ് ബ്ലൂ കളർ, പിന്നെ ഡാർക്ക് ബ്ലൂ കളർ, അങ്ങനെയാണ് ഈ കടലിന്റെ ഒരു 3 കളറുകളിലായിട്ടാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വിഷ്വൽ കിട്ടുന്നത്. പിന്നെ കാണുന്നുണ്ടല്ലേ, ഈ തറയിലൊക്കെ കാണുന്നത് എന്താ പറയാ, ഒരു എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. തിരമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഇവിടുത്തെ ഒരു ഭംഗിയും തോന്നുന്നു. അത് മാത്രമല്ല കുറെ അപ്പുറത്തായിട്ട് നമുക്ക് ഒരു ഐലൻഡൊക്കെ കാണുന്നുണ്ട്. വളരെ നല്ല മനോഹരമായിട്ടൊരു ഐലൻഡൊക്കെ കാണുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൗദി അറേബ്യയിലെ മാൽഡീവ്സ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കുംലുജും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ. ഏതാണ്ട് 90ഓളം ഐലൻഡുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ആധികാരികത അറിയത്തില്ല, നമ്മളതിനെ നമ്മൾ സെർച്ച് ചെയ്ത് പറയുന്നതായിരിക്കും. എന്തെന്നായാലും വളരെ മനോഹരമാണ്. ഇനി നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ലെറ്റ് us go.
ഒരിക്കൽ കൂടി നമസ്കാരം. ഞങ്ങളങ്ങനെ അൽവജ എന്ന സ്ഥലത്തെത്തി ഒരു ബോട്ട് എടുത്തിട്ടുണ്ട്. ബോട്ട് എടുത്ത് 2 മണിക്കൂർ കടലിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. എല്ലാരും ഹായ്. കടലിന്റെ ഉള്ളിലേക്ക് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വല്ലാത്തൊരു ത്രില്ലിനാണ്. ഇപ്പോൾ ലച്ചു ഇങ്ങനെ സൈഡിൽ ഇരിപ്പുണ്ട്. കടലിന്റെ തിരമാലകളൊക്കെ വരുമ്പോൾ ബോട്ടിനെക്കാളും ഉയരത്തിൽ വരുന്ന പോലെ തോന്നുന്നു. പിന്നെ നമ്മുടെ സാരഥി, അദ്ദേഹത്തിന് പറയാതിരിക്കാൻ, അദ്ദേഹം ഭയങ്കരമായിട്ട് മലയാളം പാട്ടൊക്കെ എൻജോയ് ചെയ്ത് വളരെ സൂപ്പറായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കാസകയും സോണിയും അവനും ഒക്കെ നമ്മളോടൊപ്പം എൻജോയ് ചെയ്യുന്നുണ്ട്. കര നമ്മളിൽ നിന്ന് അകന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നില്ലേ? ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാവുന്നുണ്ട്. വല്ലാത്തൊരു ഫീലാണ് സത്യത്തില്. നല്ല ഡാർക്കായിട്ടുള്ള കടലാണ്. ഡാർക്ക് ബ്ലൂ, വല്ലാത്തൊരു സുഖം. എന്താ പറയാ, ഇവരുടെ പാട്ടൊക്കെ കേട്ടിട്ട് ഇദ്ദേഹം തുള്ളുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വല്ലാത്ത ത്രില്ലില്ല. അപ്പൊ നമ്മുടെ അവൻ ബോട്ട് ഡ്രൈവ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ലക്ഷ്യമാണ് നമ്മളിപ്പോ ബോട്ട് ഓടിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ കടലിലൊക്കെ എത്രയോ ദൂരത്താണ് കാണാം നമ്മുടെ കര. ലക്ഷ്യമാണ് നമ്മുടെ ഇപ്പൊ സാരഥി. ഇപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ ഇപ്പൊ ഒന്ന് സ്ലോ ആയിട്ടുണ്ട് ബോട്ട്. വരുമെന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് കല്ലുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് അത് കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും തിരിക്കാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ബോട്ടും അത്യാവശ്യം പതുക്കെയാണ്. ഇത്രയും നേരം നല്ല സ്പീഡിലാണ് വന്നത്. ഇപ്പൊ ഒന്ന് പതുക്കെയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മീനെന്ന് പറഞ്ഞ കടലിലാണ്. നമ്മളിപ്പോ ഇവിടെ അധികം ഡെപ്ത് ഒന്നുമില്ല. നമ്മൾ ഈ ഡെപ്ത് ഇല്ലാത്തടത്താണ് ഇങ്ങനെ ഒന്ന് പറക്കി നമ്മൾ മീനിന് ഫുഡ് കൊടുക്കുന്നുണ്ട് ഇവിടെ. കണ്ടോ? നിങ്ങളിരിക്കെ അപ്പൊ നമ്മൾ ഉൾക്കടലിലേക്ക് എത്തുന്തോറും കടലിന്റെ കളർ മാറിയപ്പോൾ വേറൊരു കളറിലേക്കാണ്. ഒരു ലൈറ്റ് ബ്ലൂ കളറിലേക്കാണ് കടൽ. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കടലിലെ ഒരു കളർ മാറ്റം കാണാൻ പറ്റും. അതൊക്കെ ചെറിയ ഐലൻഡുകളാണ്. അപ്പോൾ നമ്മളങ്ങനെ കടലിൻ്റെ ഏതാണ്ട് 6-7 കിലോമീറ്റർ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ഐലൻഡിലെത്തുകയാണ്. അങ്ങനെ നമ്മൾ മടക്ക യാത്രയിലാണ്. ബോട്ടാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും നല്ല ത്രില്ലാണ്. എൻജോയ് ചെയ്തുള്ളത് അല്പം പേടിയുണ്ട് കേട്ടോ.
ഞങ്ങളങ്ങനെ ഉംലുജിൽ നിന്ന് ജിദ്ദയിലേക്ക് യാത്ര തുടങ്ങുകയാണ്. ഇനി ഉംലുജിലെ കുറച്ച് ദൃശ്യങ്ങൾ ഇങ്ങനെ കാണിച്ച് നമുക്ക് ജിദ്ദയിലേക്ക് മടങ്ങിയെത്താം. അത്യാവശ്യം എല്ലാവരും സന്തോഷത്തിലാണ്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കടൽ, ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു ഈ ബീച്ച് തന്നെയാണ്. ബീച്ചും ഐലൻഡും നേരത്തെ പറഞ്ഞ പോലെ 99 ഐലൻഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ഈ ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് പോകാൻ സാധിക്കുമായിരിക്കും. ഇപ്പോൾ 1-2 ഐലൻഡിലൊക്കെ പോകാൻ സാധിച്ചു. ബോട്ടിങ്, നല്ല ബോട്ടിംഗ് ആയിരുന്നു. പിന്നെ നല്ല കടൽ നല്ല തെളിഞ്ഞ വെള്ളമാണ്. കടലിന് അടിയിലുള്ള സാധനങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ വളരെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കിട്ടി. ഇനി ആ സിറ്റിയിലൂടെ നമ്മൾ തിരിച്ച് ജിദ്ദയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളുമായിട്ട് നാം മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ യാംബൂലെ ആ ഒരു ആർട്ടിഫിഷ്യൽ ലേക്കിൽ ആണ് എത്തിയിരിക്കുന്നത്. ലേക്കിൻ്റെ പ്രത്യേകത ഫുള്ളി ഗ്രീനാണ്. നമ്മുടെ കൽപ്പവൃക്ഷങ്ങളും ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അവരിതിനെ വളരെയധികം ഭംഗിയാക്കിയിട്ടുണ്ട്. ഫുൾ പച്ചയാണ്. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്ക് അടുത്താണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ഫാമിലീസിന് അവരവരുടെ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മളും ഉംലുജിലേക്കുള്ള യാത്ര മധ്യേ, ഉംലുജിൽ നിന്ന് ജിദ്ദയിലേക്ക് പോകുന്ന യാത്ര മധ്യയിലാണ് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് കേട്ടത്. അപ്പോൾ അവിടെ നമ്മുടെ ഹൈവേയിൽ നിന്ന് ഒരു 4 മിനിറ്റ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലേക്കിലെത്താൻ പറ്റും. അപ്പോൾ ആ കണ്ടതുപോലെ തന്നെ ലേക്കിലേക്ക് നമ്മൾ എന്തെങ്കിലും അലക്ഷ്യമായിട്ട് എന്തെങ്കിലും എടുത്ത് എറിയുകയോ അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് 200 റിയാൽ ഫൈൻ അടിക്കും. കേരളീയർക്ക് പ്രിയപ്പെട്ട തെങ്ങാണ് ഈ കാണുന്നത്. കണ്ടോ, തേങ്ങയൊന്നും കാണുന്നില്ല, എന്നാൽ എന്താണ് അപ്പോൾ നമ്മുടെ ഈ ലേക്ക് പാർക്കിന് കൂടുതൽ ഭംഗി കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ കൽപ്പവൃക്ഷമായ തെങ്ങാണ്. ഫുൾ തെങ്ങാണ് അവർ ഇതിന് ഭംഗി കൂട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ടുള്ള ആൾക്കാർക്ക് ഒത്തിരി സ്ഥലമുണ്ട് ഇവിടെ വന്നിരിക്കാനൊക്കെ ആയിട്ട്. നല്ല നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു സൗദി അറേബ്യയിൽ നിൽക്കുന്ന ഒരു ഫീലൊന്നുമല്ല, മനോഹരമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഷംനാഥിൻ്റെ ഫ്രണ്ടുണ്ട്. ഷംനാഥിൻ്റെ ഫ്രണ്ട് ഇവിടെ ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം മേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നു. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് കംഫർട്ടായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഉംലുജിൽ നിന്ന് തിരിച്ച് യാംബൂലേക്കുള്ള യാത്രയിൽ യാംബൂലെ ലേക്കിൽ ഇറങ്ങി. അത് ആർട്ടിഫിഷ്യൽ ലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ലേക്ക് കണ്ടു. പിന്നെ അവിടെ നിന്ന് ഭക്ഷണം മേടിച്ചിട്ട് നമ്മൾ ഷംനാഥിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ജിദ്ദയിലേക്ക് യാത്ര പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഫാമിലിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഷംനാഥ് നമുക്ക് അവരെ പരിചയപ്പെടുത്തണം. ഓക്കെ, നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ഷംനാഥ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ കൂടെ പഠിച്ചതാണ് അസീബ്. അവൻ്റെ വൈഫ് സനുജ,
കുട്ടികൾ, 2 കുട്ടികളാണ്. ഇവിടെ ഇതിനകത്ത് എൻ്റെ കമ്പനിയുടെ പിന്നെ ആരാംകൂരാണ്. ആരാംകൂർ കോൺട്രാക്ട് എംപ്ലോയിയാണ്. ഇന്ന് വണ്ടേഴ്സ് ഡയറിയുടെ ടീമിൻ്റെ കൂടെ ഉള്ളത് ഒരു പുതിയ ഫാമിലിയാണ്. നമ്മൾ മാക്സിമം അവരെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. അവിടെ വീട്ടിൽ കയറി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ജിദ്ദയിലേക്ക് യാത്ര പോവുകയാണ്. ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് യാത്ര തുടരുകയാണ്. ഇനി നേരെ ജിദ്ദയിലേക്ക് എത്തുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ ജിദ്ദയിലെത്തിയ ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യണം.